സോ ഇപ്പോഴത്തെ കാലത്ത് a lot of people they struggle to step out of relationships because അവർക്ക് അതൊരു കൺഫ്യൂഷൻ ആണ്. ഇസ് ദർ എ ചോയ്സ് ഓർ ശരിയാണോ എന്നൊക്കെ അവർക്ക് അങ്ങനത്തെ ചിന്തകൾ ഉണ്ടാവാറുണ്ട്. സോ വാട്ട് ഈസ് യുവർ ടേക്ക് ഓൺ ദാറ്റ്? ഓക്കെ, റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഇറ്റ് ക്യാൻ ബി ബിഫോർ മാരേജ് ഓർ ഡ്യൂറിങ് മാരേജ് അല്ലേ? മാരേജ് തന്നെ ആവണമെന്നില്ല, അതിന് മുന്നേ ഒക്കെ ഉള്ള റിലേഷൻഷിപ്സ് ആവാം. അപ്പോൾ ബീയിങ് ഇൻ എ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ രണ്ട് പാർട്ട്നേഴ്സിനും ഒരേപോലെ ഗ്രോത്തും അല്ലെങ്കിൽ ഒരു ടേക്ക് അവേ അവർക്ക് ഉണ്ടാവണം. അവർക്ക് അതിനകത്തൊരു ഭയങ്കര ഹാപ്പിനെസ് കൊണ്ടുവരാൻ പറ്റണം അല്ലെ, അല്ലെങ്കിൽ ഇവോൾവ് ചെയ്യാൻ പറ്റണം. അതിന് പറ്റുന്നില്ലാതെ വരുമ്പോൾ ദർ മൈറ്റ് ബി സം റീസൺസ്, പല കാരണങ്ങൾ ഉണ്ടാവാം. അപ്പോൾ ആ റീസൺസിൽ വർക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടും നടക്കുന്നില്ല, നമുക്ക് വേണ്ട ഒരു സന്തോഷം അവിടെ കിട്ടുന്നില്ല, നമുക്ക് വേണ്ട ഒരു ഗ്രോത്ത് അവിടെ കിട്ടുന്നില്ല എന്നാണെങ്കിൽ ഡെഫിനറ്റ്ലി ദർ ഈസ് എ വേ ടു ഗെറ്റ് ഔട്ട്. നമ്മൾ തീർച്ചയായിട്ടും ആ ബന്ധത്തിൽ നിന്നും ഇറങ്ങി വരണം. വരുന്നില്ലാത്ത നമ്മൾ സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് ആ വ്യക്തിയെ മാത്രം ബാധിച്ചിരുന്ന പ്രശ്നം പിന്നെ ചുറ്റുമുള്ളവരിലേക്ക് ബാധിക്കാൻ തുടങ്ങും. അപ്പോൾ സൊസൈറ്റീനെ അത് ബാധിക്കാൻ തുടങ്ങും, ഒരു ഫാമിലിനെ അത് ബാധിക്കാൻ തുടങ്ങും. മൊത്തത്തിൽ ആ ലൈഫ് അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് എൻഡിങ് അപ്പ് ഇൻ എ വെരി ഹാംഫുൾ വേ. അപ്പൊ അതിനേക്കാൾ എന്തുകൊണ്ടും ബെറ്റർ ഇഫ് ദേ പുട്ട് സം എഫേർട്ട് ആൻഡ് ഡസൻ വർക്ക്, നന്നായിട്ട് വർക്ക് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തിറങ്ങണം എന്നുള്ളതാണ്. ഇനി എങ്ങനെ വർക്ക് ചെയ്യാന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുക. അവർ തമ്മിൽ തന്നെ ഒന്ന് സംസാരിച്ചിട്ട് വർക്ക് ആവുന്നില്ലെങ്കിൽ പ്രൊഫഷണൽ ഹെൽപ്പ്, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റോ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റോ ഒക്കെ പോയി മീറ്റ് ചെയ്തിട്ട് അവിടെ പറയുന്ന കാര്യങ്ങളിലും നമുക്ക് പ്രത്യേകിച്ച് ഒരു ചേഞ്ച് കൊണ്ടുവരാൻ രണ്ട് ഇൻഡിവിജ്വൽസിനും പറ്റുന്നില്ല എങ്കിൽ ഡെഫിനറ്റ്ലി ഗെറ്റ് ഔട്ട് ഓഫ് ദ റിലേഷൻഷിപ്പ്. അത് തന്നെയാണ് സൊല്യൂഷൻ. അതല്ലാതെ പണ്ട് കാലങ്ങളിൽ, അതായത് ഇതിന് മുന്നേ ഉള്ള ജനറേഷനിലൊക്കെ നമ്മൾ കുറെ സഹിക്കണം, നമ്മൾ കുറെ അനുഭവിക്കണം, അല്ലെങ്കിൽ കുറെ അതിൽ നിൽക്കണം, പല ഫാക്ടേഴ്സ് ഉണ്ട് എന്നുള്ളൊരു തോട്ട് ഉണ്ടായിരുന്നു. കാരണം അന്നത്തെ കാലഘട്ടങ്ങളിലുള്ള പാരന്റിങ് ഇസ് ഡിഫറെന്റ്. അപ്പൊ ഇതിനൊരു സൊല്യൂഷൻ ഇസ് ഫ്രം ദ റൂട്ട് ഓൺലി. പാരന്റിങ് കുട്ടികളെ, ആൺകുട്ടികളെ ആണെങ്കിലും പെൺകുട്ടികളെ ആണെങ്കിലും ഈ എക്വിപ്ഡ് ആക്കുക, അവരെ അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവരുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ വൈസോ കൊടുത്ത് അവർക്കൊരു ബ്രെഡ് വിന്നിങ് ഒരു കാപ്പബിലിറ്റി നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ട് വിട്ടാൽ, അതാണല്ലോ മെയിൻ കൺസേൺ. ഹൂ വിൽ ടേക്ക് കെയർ ഓഫ് ദം, അല്ലെങ്കിൽ ഹൂ വിൽ ടേക്ക് കെയർ ഓഫ് ദ റെസ്റ്റ് ഓഫ് ദർ ലൈഫ് എന്നുള്ളതാണ് ഒരു ഇൻഡിവിജ്വലിന്റെ തോട്ട് വരുന്നത്. അപ്പൊ അതിനു വേണ്ടി മാത്രം ഒരു റിലേഷൻഷിപ്പിൽ ടോക്സിസിറ്റി, ബുദ്ധിമുട്ട്, വിഷമങ്ങളൊക്കെ സഹിച്ചു നിൽക്കണം എന്ന് ഒരു നിർബന്ധമില്ല. ഇഫ് ദേ ആർ കേപ്പബിൾ ഓഫ് റണ്ണിങ് ദെയർ ഓൺ ലൈഫ്, if they put enough effort and doesn't work, just get out of the relationship. അപ്പോൾ പീസ് കിട്ടുമെങ്കിൽ അതിലെല്ലാം, ആഫ്റ്റർ ഓൾ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ എല്ലാവർക്കും വേണ്ടത് പീസാണ്, സമാധാനമാണ്, കിടന്നുറങ്ങാൻ പറ്റുന്ന സന്തോഷത്തോടു കൂടെ. സോ ദാറ്റ്സ് മൈ വ്യൂ.